നമ്മൾ ഇന്ന് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന പാഠത്തിലെ കണ്ടിന്യൂറ്റിയുടെ സെക്ഷനിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ്റെ കണ്ടിന്യൂറ്റി അറ്റ് എ പോയിന്റ് മീൻസ് അറ്റ് എ സ്പെസിഫൈഡ് പോയിന്റ് നമുക്ക് കണ്ടിന്യൂറ്റി എങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം എന്താണ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ അല്ലെങ്കിൽ കണ്ടിന്യൂറ്റി ഓഫ് എ ഫംഗ്ഷൻ അറ്റ് എ പോയിന്റ് എന്നറിയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഡെഫിനേഷൻ എന്ന് നോക്കാം. മീൻസ് നമ്മുടെ കയ്യിൽ എഫ് ഓഫ് എക്സ് എന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എക്സ് ഈക്വൽ ടു സി എന്ന് പറയുന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആകണമെങ്കിൽ ഉള്ള കണ്ടീഷൻ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് സി ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ അറ്റ് ദ പോയിന്റ് എക്സ് ഈക്വൽ ടു സിയിൽ കണ്ടിന്യൂസ് ആണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ചെക്ക് ദ കണ്ടിന്യൂറ്റി ഓഫ് ദ ഫങ്ഷൻസ് അറ്റ് ദ ഗിവൺ പോയിന്റ്സ്. അപ്പം ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്തായാലും നിങ്ങളുടെ എക്സാമിന് പബ്ലിക് എക്സാമിന് ചോദിച്ചിരിക്കും. സോ ഇതെങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ്റെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. ഓരോന്നും മീൻസ് ഓരോ ക്വസ്റ്റ്യൻസ് നിങ്ങൾ തന്നെ ചെയ്യാനും കൂടെ ശ്രമിക്കണം കേട്ടോ. സോ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് ആദ്യം ചെക്ക് ചെയ്യേണ്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ്. സോ എക്സ് സ്ക്വയർ അറ്റ് ദ പോയിന്റ് എക്സ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ നമുക്കിവിടെ ഞാനിപ്പോൾ പറഞ്ഞ ഡെഫിനിഷൻ വെച്ചിട്ട് എക്സ് ഈക്വൽ ടു സിക്ക് പകരം ഇവിടെ പോയിന്റ് ഏതാണ്? 0 ആണ്. സോ നമുക്ക് ചെക്ക് ചെയ്യാം. എക്സ് ഈക്വൽ ടു 0ൽ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയറിൻ്റെ കണ്ടിന്യൂറ്റി നമുക്ക് ചെക്ക് ചെയ്യണം. സോ നമ്മൾ എന്ത് നോക്കുന്നു? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് എന്താ നോക്കുക? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ്, ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് എന്താ? എക്സ് സ്ക്വയർ ആണ്. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് സ്ക്വയർ. ഇനി ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? എക്സ് 0യിലേക്ക് പോകുമ്പം എക്സ് സ്ക്വയറിൻ്റെ വാല്യൂ അല്ലേ എന്ന് പറഞ്ഞാൽ ഈ എക്സിൽ നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു? 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ എന്ത് കിട്ടും? ഇതിൻ്റെ ആൻസർ 0 സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അടുത്ത് നമുക്ക് എന്ത് ചെക്ക് ചെയ്യണം? ഇത് ഏതിനോട് ഈക്വൽ ആണോ എന്ന് നോക്കണം. എഫ് ഓഫ് സി എന്ന് പറഞ്ഞാൽ ഇവിടെ സിക്ക് പകരം ആരാണ്? 0 ആണ് അല്ലേ. സോ നമുക്കിത് എന്ത് ചെക്ക് ചെയ്യാം? എഫ് ഓഫ് 0 ചെക്ക് ചെയ്യണം. എഫ് ഓഫ് 0 എന്ത് വരും? എഫ് ഓഫ് 0 ഈസ് ഈക്വൽ ടു 0 സ്ക്വയർ. 0 സ്ക്വയർ എന്താണ്? 0 ആണ് അല്ലേ. സോ നമുക്ക് എന്ത് കിട്ടി? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് 0 എന്ന് കിട്ടി. ദാറ്റ് മീൻസ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ അറ്റ് ദ പോയിന്റ് എക്സ് ഈക്വൽ ടു 0യിൽ കണ്ടിന്യൂസ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അത് നമുക്ക് രണ്ട് മീൻസ് ഫംഗ്ഷൻ തന്നെ ഡിവൈഡ് ചെയ്താൽ തന്നേക്കുന്നത്. മീൻസ് എക്സ് നോട്ട് ഈക്വൽ ടു 0 ആകുമ്പം ഫംഗ്ഷൻ്റെ വാല്യൂ എത്രയാണ്? എക്സ് ക്യൂബ് പ്ലസ് 3 ആണ്. അതുപോലെ എക്സ് ഈക്വൽ ടു 0 ആകുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ 1 ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് പോയിന്റിലാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്? എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന പോയിന്റിലാണ് ചെക്ക് ചെയ്യേണ്ടത്. കാരണം 0 എന്ന് പറയുന്ന പോയിന്റിനെ വെച്ചിട്ടാണ് ഈ ഫംഗ്ഷൻ തന്നെ ഡിഫൈൻ ചെയ്തേക്കുന്നത്. മീൻസ് 0 എന്ന് പറയുന്ന പോയിന്റിൽ വാല്യൂ ഒന്ന്, 0 അല്ലാത്ത പോയിന്റിൽ വാല്യൂ വേറെ ഒന്ന് അല്ലേ. അപ്പോൾ നമുക്കത് ചെക്ക് ചെയ്ത് നോക്കണം. സോ 0 എന്ന് പറയുന്ന പോയിന്റിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറിൽ ആദ്യം നമുക്ക് എഫ് ഓഫ് 0 നമുക്ക് നോക്കാം. എഫ് ഓഫ് 0 എത്ര വരും? എഫ് ഓഫ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഈക്വൽ ടു 0 ആകുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ അതെന്താ നമുക്ക് തന്നേക്കുന്നത്? 1 ആണ്. സോ എഫ് ഓഫ് 0 എന്താണ്? 1 ആണ്. ഇനി അടുത്തത് എന്താ? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് 0യിലേക്ക് പോകുമ്പോൾ അപ്പോൾ എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന പോയിന്റിൽ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. നമുക്ക് എന്താ എടുക്കാൻ പറ്റുള്ളൂ? ഈ ഫംഗ്ഷൻ വാല്യൂ എക്സ് ക്യൂബ് പ്ലസ് 3 എടുക്കാൻ പറ്റത്തുള്ളൂ. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് ക്യൂബ് പ്ലസ് 3 അല്ലേ. കാരണം ഫംഗ്ഷൻ്റെ വാല്യൂ എന്താണ്? എക്സ് ക്യൂബ് പ്ലസ് 3 ആണ്. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് ക്യൂബ് പ്ലസ് 3. അപ്പോൾ ഇനി എന്ത് ചെയ്യണം? ഈ എക്സിന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ദാറ്റ് ഈസ് ഈക്വൽ ടു 0 ക്യൂബ് പ്ലസ് 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 എന്നാണ് കിട്ടുക. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂവും എഫ് ഓഫ് 0ൻ്റെ വാല്യൂവും ഒന്നല്ല. ദാറ്റ് മീൻസ് ദ ഫംഗ്ഷൻ ഈസ് ഡിസ്കണ്ടിന്യൂസ് അല്ലെങ്കിൽ നോട്ട് കണ്ടിന്യൂസ് അറ്റ് ദ പോയിന്റ് എക്സ് ഈക്വൽ ടു 0. സോ ഇങ്ങനെയാണ് ഒരു പോയിന്റിൽ ഫംഗ്ഷൻ്റെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുന്നത്. നമ്മൾ കണ്ടിന്യൂറ്റി ഓഫ് എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് അറ്റ് ദ പോയിന്റ് സി എങ്ങനെയാണ് എന്നുള്ളത് കണ്ടു. ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു
എഫ് ഓഫ് സി. അപ്പം ഒരു പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവുന്നത്, അതുപോലെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവാത്തത്, ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള പോയിന്റ്, അതിൻ്റെ എക്സാമ്പിൾ 2 ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ കണ്ടു. ഇനി അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കണ്ടിന്യൂസ് ഫംഗ്ഷൻ. എന്താണ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ? മീൻസ് ഒരു ഫംഗ്ഷൻ മുഴുവനായിട്ടും എങ്ങനെയാണ് കണ്ടിന്യൂസ് ആകുക? മീൻസ് ഒരു പോയിന്റ് ആയിട്ട് പറയാണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫുൾ ഫംഗ്ഷൻ ഒരു ഡൊമൈനിൽ എങ്ങനെയായിരിക്കും കണ്ടിന്യൂസ് ആകുക? മീൻസ് നമുക്കറിയാം, നിങ്ങൾ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് ഈ +2 ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷൻ്റെ ഡൊമൈനിൽ, മീൻസ് നമ്മളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പം എഫ് ഫ്രം എ ടു ബി ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പം ഇവിടെ എ ആണ് ഫംഗ്ഷൻ്റെ ഡൊമൈൻ, അതുപോലെ തന്നെ എഫ് ഓഫ് എ എന്ന് പറയുന്ന സെറ്റാണ് റേഞ്ച്. അതൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യമാണ് അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകണമെങ്കിൽ ഈ ഡൊമൈനിലുള്ള ഓരോ പോയിന്റ്സിലും ഫംഗ്ഷൻ എന്തായിരിക്കണം? കണ്ടിന്യൂസ് ആയിരിക്കണം. ദാറ്റ് മീൻസ് എന്താണ്? എഫ് ഈസ് കണ്ടിന്യൂസ് if it is continuous at every point in its domain. At every point in its domain. സോ ഇതാണ് ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകാനുള്ള കണ്ടീഷൻ. നമ്മൾ ഓൾറെഡി എങ്ങനെയാണ് ഒരു പോയിന്റിൽ മീൻസ് കണ്ടിന്യൂസ് ആകുക എന്നുള്ളത് കണ്ടു. ഇനി അടുത്തത് എന്താണ്? ഫംഗ്ഷൻ മുഴുവനായിട്ടും കണ്ടിന്യൂസ് ആകണമെങ്കിൽ അതിൻ്റെ ഡൊമൈനിലുള്ള ഓരോ പോയിന്റ്സിലും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ ഫംഗ്ഷൻ എന്തായി? കണ്ടിന്യൂസ് ആയി. ഇനി അടുത്തൊരു പർട്ടിക്കുലർ കേസ് ആയിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഫംഗ്ഷൻ ഒരു ഇൻ്റർവെല്ലാണ് ഡിഫൈൻ ചെയ്തേക്കുന്നതെന്ന് വിചാരിക്കുക. ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി, മീൻസ് ഫംഗ്ഷൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി ആണ്. അപ്പോൾ ഈ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകണമെങ്കിൽ ഈ ക്ലോസ്ഡ് ഇൻ്റർവെല്ലിൽ ആരൊക്കെയുണ്ട്? എയും ഉണ്ട്, ബിയും ഉണ്ട് അല്ലേ? എ <= എക്സ് <= ബി എന്ന് പറയുന്ന എക്സുകളുടെ കളക്ഷനാണ് എന്ത്? ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി. അപ്പോൾ നമുക്കിവിടെ ഈ ഒരു ഇൻ്റർവെല്ലിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകണമെങ്കിൽ ഈ എയിലും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കണം, ബിയിലും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കണം. അപ്പോൾ നമുക്കിവിടെ ഇതിൻ്റെ ഉള്ളിൽ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടണം? ഈ എയുടെ ലെഫ്റ്റ് സൈഡിൽ നിന്ന്, മീൻസ് എ ഇവിടെയാണെങ്കിൽ ഇത് വെച്ചിട്ട് ബി ഇവിടെ ആയിരിക്കും. മീൻസ് ഒരു നമ്പർ ലൈനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇത് എ, ഇത് ബി. അപ്പോൾ നമുക്കിവിടെ എയിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എയുടെ ലെഫ്റ്റിൽ നിന്ന് വരുന്ന വാല്യൂ ആയിരിക്കണം. മീൻസ് ലിമിറ്റ് extends to a plus, f of x is equal to എന്തായിരിക്കണം? of a ആയിരിക്കണം. അതുപോലെ തന്നെ ഈ ബി എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ബിയുടെ റൈറ്റ് സൈഡിൽ നിന്ന് അല്ലേ, ബിയുടെ റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റിലോട്ട് വരണം. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു b മൈനസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്തായിരിക്കണം? എഫ് ഓഫ് ബി ആയിരിക്കണം. സോ ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിൽ ഫംഗ്ഷൻ എന്താണ്? കണ്ടിന്യൂസ്. എന്തായാലും പ്രതീക്ഷിക്കാവുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണിത്. മീൻസ് നമുക്ക് ഒരു ഫംഗ്ഷൻ്റെ കണ്ടിന്യൂറ്റി എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്? ഒരു പോയിന്റിലല്ല, അല്ലാതെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഡൊമൈനിൽ ആ ഫംഗ്ഷൻ്റെ കണ്ടിന്യൂറ്റി എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദ കണ്ടിന്യൂറ്റി ഓഫ് ദ ഫംഗ്ഷൻ ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് <= 1 വരുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് x+2ഉം എക്സ് <1 എന്ന് പറയുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ x-2 ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 3 കേസുകളായിട്ട് എടുക്കാം. 1നേക്കാളും ചെറുത് എക്സ് വരുമ്പോൾ, മീൻസ് x<1 വരുമ്പം, അതുപോലെ x>1 വരുമ്പോൾ എങ്ങനെയാണ്, അതുപോലെ x=1 വരുമ്പം എങ്ങനെയാണ് കണ്ടിന്യൂറ്റി എന്നുള്ളത് നമുക്ക് നോക്കണം. അപ്പോൾ നമ്മൾ ആദ്യത്തെ കേസ് കൺസിഡർ ചെയ്യാണ്. കേസ് 1 എന്താണ്? ഇഫ് x
ലെസ് ദാൻ 1 അല്ലേ. എക്സ് ലെസ് ദാൻ 1 ചെയ്തിട്ട് നമ്മൾ എങ്ങനെ ഇതിൻ്റെ കണ്ടിന്യൂറ്റി പറയുക? ഈ എക്സ് ലെസ് ദാൻ 1 ഏതെങ്കിലും ഒരു പോയിന്റ് കൺസിഡർ ചെയ്തിട്ട് ആ പോയിന്റിൽ ഫംഗ്ഷൻ എങ്ങനെയാണ് എന്ന് നോക്കുക. അപ്പോൾ നമുക്ക് ഇനി ഏത് പോയിന്റ് ചൂസ് ചെയ്ത് കഴിഞ്ഞാലും എക്സ് ലെസ് ദാൻ 1 ഏത് പോയിന്റ് ചൂസ് ചെയ്ത് കഴിഞ്ഞാലും ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ കണ്ടിന്യൂസ് ആയിരിക്കും, ഇനി ഡിസ്കണ്ടിന്യൂസ് ആണെങ്കിൽ ഡിസ്കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ആർബിട്രറി ആയിട്ട് ഒരു പോയിന്റ് ചൂസ് ചെയ്യാണ് എക്സ് ലെസ് ദാൻ 1. അപ്പോൾ ഞാൻ എടുക്കുകയാണ് ലെറ്റ് സി ബി ലെസ് ദാൻ 1. അപ്പോൾ നമ്മൾ ഈ സി എന്ന് പറയുന്ന പോയിന്റിൽ ഈ ഫംഗ്ഷൻ്റെ വാല്യൂ നോക്കണം അല്ലെ, കണ്ടിന്യൂറ്റി നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് നോക്കുകയാണ് അല്ലേ. അപ്പം സി ലെസ് ദാൻ 1 ആയതുകൊണ്ട് ഈ ഒരു റേഞ്ചിലായിരിക്കും എന്തുണ്ടാവുക? ഫംഗ്ഷൻ ഉണ്ടാവുക. ഏതിൽ? എക്സ് പ്ലസ് 2. ഫംഗ്ഷൻ്റെ വാല്യൂ എന്തായിരിക്കും? എക്സ് പ്ലസ് 2 ആയിരിക്കും. കാരണം സി എന്ന് പറയുന്നത് ലെസ് ദാൻ 1 അല്ലേ. അപ്പം ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സിന് പകരം എന്താണ്? എക്സ് പ്ലസ് 2. സോ എക്സ് പ്ലസ് 2. ഇനി എന്ത് ചെയ്താൽ മതി? എക്സിന് സി വാല്യൂ കൊടുക്കുക. ദാറ്റ് ഈസ് സി പ്ലസ് 2 കിട്ടും അല്ലേ. ഇനി അടുത്ത് നമുക്ക് എന്ത് നോക്കണം? ഇത് ഏതിനോട് ഈക്വൽ ആണോ എന്ന് നോക്കണം. എഫ് ഓഫ് സിനോട് ഈക്വൽ ആണോ നോക്കണം. സോ എഫ് ഓഫ് സിയുടെ വാല്യൂ എന്താ വരിക? എഫ് ഓഫ് സി, സി എവിടെയാണ്? ലെസ് ദാൻ 1 ആണ് അല്ലേ. അപ്പം ഫംഗ്ഷൻ്റെ വാല്യൂ എന്തായിരിക്കും വരിക? എക്സ് പ്ലസ് 2 ആ വരിക. സോ എഫ് ഓഫ് സി ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? എഫ് ഓഫ് സി ഈസ് ഈക്വൽ ടു സി പ്ലസ് 2 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആയില്ലേ. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് സി എന്ന് കിട്ടി അല്ലേ. സോ ദെയർഫോർ നമുക്ക് എന്ത് പറയാം? എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് അറ്റ് ഓൾ റിയൽ നമ്പേഴ്സ് ലെസ് ദാൻ 1. ആ ഒരു കണ്ടീഷൻ അവിടെ പറയണം. അറ്റ് ഓൾ റിയൽ നമ്പേഴ്സ് ലെസ് ദാൻ 1. സോ ഇനി അടുത്ത നമ്മുടെ കേസ് ഏതാ? ലെസ് ദാൻ 1 നമ്മൾ കണ്ടു. ഇനി അടുത്തതാരാ? ഗ്രേറ്റർ ദാൻ 1 നമുക്ക് ചെക്ക് ചെയ്യാം. സോ എന്ത് ചെയ്യുന്നു? കേസ് 2 നമ്മൾ എടുക്കുകയാണ്. കേസ് 2 ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 1. എക്സ് ഗ്രേറ്റർ ദാൻ 1 വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സ് ഗ്രേറ്റർ ദാൻ 1 ആയിട്ടുള്ള ഒരു സി എന്ന് പറയുന്ന പോയിന്റ് ചൂസ് ചെയ്തു. ദാറ്റ് ഈസ് സി ബി ഗ്രേറ്റർ ദാൻ 1 എടുത്തു അല്ലേ. ഇനി എന്ത് ചെയ്യുന്നു? നേരത്തെ ചെയ്ത പോലെ തന്നെ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് നോക്കുന്നു. സി ഗ്രേറ്റർ ദാൻ 1 ആയതുകൊണ്ട് ഫംഗ്ഷൻ്റെ വാല്യൂ എന്താ വരിക? ഇതാ വരിക അല്ലേ. എക്സ് മൈനസ് 2 ആണ് ഫംഗ്ഷൻ്റെ വാല്യൂ വരിക. സോ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എക്സ് മൈനസ് 2 അല്ലേ. കാരണം ഫംഗ്ഷൻ്റെ വാല്യൂ എന്താണ്? എക്സ് മൈനസ് 2. ഇനി എക്സിന് എന്ത് കൊടുക്കണം? സി കൊടുക്കണം. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? സി മൈനസ് 2 കിട്ടും. ഇനി അടുത്ത് എന്ത് ചെക്ക് ചെയ്യണം? എഫ് ഓഫ് സി എവിടെയാണ്? ഗ്രേറ്റർ ദാൻ 1 ആണ്. സോ നമുക്ക് എക്സ് മൈനസ് 2ൽ എന്ത് കൊടുക്കാം? സി കൊടുക്കാം. അപ്പോൾ നമുക്ക് എഫ് ഓഫ് സി കിട്ടും. സോ എഫ് ഓഫ് സി ഈസ് ഈക്വൽ ടു എന്താണ്? സി മൈനസ് 2. ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് സി എന്ന് വന്നു. ദാറ്റ് മീൻസ് എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് all real numbers less than നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ. സോ ഗ്രേറ്റർ ദാൻ 1. സോ രണ്ടാമത്തെ കേസുമായി. അപ്പം നമ്മുടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ നോക്കി? നമ്മൾ എക്സ് ലെസ് ദാൻ 1 നോക്കി, എക്സ് ഗ്രേറ്റർ ദാൻ 1 നോക്കി. ഇനി ആരാ ഒഴിവായി കിടക്കുന്നത്? എക്സ് ഈക്വൽ ടു 1 അല്ലേ. അപ്പോൾ എക്സ് ഈക്വൽ ടു 1 നമ്മൾ എടുക്കുമ്പം ഉള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മീൻസ് ഇഫ് എക്സ് ഈക്വൽ ടു 1. അപ്പോൾ എക്സ് ഈക്വൽ ടു 1 എടുത്തു കഴിയുമ്പം എക്സ് ലെസ് ദാൻ 1 ഫംഗ്ഷൻ്റെ വാല്യൂ ഉണ്ട്, എക്സ് ഗ്രേറ്റർ ദാൻ 1 ഫംഗ്ഷൻ്റെ വാല്യൂ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 എന്ന് പറയുന്ന പോയിന്റ് നമ്മളിങ്ങനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 1ൻ്റെ ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാം? ഫംഗ്ഷൻ വാല്യൂ ഡിഫൈൻ ചെയ്യാം. 1ലെ ഫംഗ്ഷൻ വാല്യൂ എക്സ് പ്ലസ് 2 ആണ്. കാരണം ഇവിടെയല്ലേ ഈക്വൽ ടു സൈൻ വന്നേക്കുന്നത്. സോ എക്സ് ഈക്വൽ ടു 1 ഫംഗ്ഷൻ്റെ വാല്യൂ എക്സ് പ്ലസ് 2 ആണ്. പക്ഷേ എക്സ് ലെസ് ദാൻ 1 വരുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ എക്സ് പ്ലസ് 2ഉം എക്സ് ഗ്രേറ്റർ ദാൻ 1 വരുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ എക്സ് മൈനസ് 2ഉം. അപ്പോൾ നമുക്ക് കണ്ടിന്യൂറ്റിയുടെ ഒരു കണ്ടീഷനും കൂടെ ചെക്ക് ചെയ്യണം. മീൻസ് റൈറ്റ് ഹാൻഡ് ലിമിറ്റും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. സോ നമുക്കത് ചെക്ക് ചെയ്യണം. അപ്പോൾ എന്തെടുക്കുന്നു? ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റിൽ നിന്ന് വരുന്നത് അല്ലേ. 1 പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് സൈഡിലേക്ക് പോകുന്നത്. ദാറ്റ് മീൻസ് ലെഫ്റ്റിൽ നിന്ന് വരണം. മീൻസ് ലെസ് ദാൻ 1 ഫംഗ്ഷൻ്റെ വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്യണം അല്ലേ. സോ എക്സ് ടെൻസ് ടു 1 പ്ലസ്
എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്താ ലെഫ്റ്റിൽ നിന്നാണ് വരുന്നത് അല്ലേ, ദാറ്റ് മീൻസ് 1ൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് വരുന്നത്. സോ നമുക്ക് ഇത് എഴുതാം എക്സ് പ്ലസ് 2 എഴുതാം. സോ ഇതെന്താണ് സി പ്ലസ് 2 എന്ന് കിട്ടി. ഇനി അടുത്ത് എന്ത് നോക്കണം, ലിമിറ്റ് x tends to 1 minus limit x tends to 1 minus f of x is equal to എന്ത് വരും, ലിമിറ്റ് x tends to 1. ഇവിടെ 1 പ്ലസ് എഴുതേണ്ട കാര്യമില്ല കേട്ടോ, നമ്മൾ ഫംഗ്ഷൻ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സൈൻ എഴുതേണ്ട കാര്യമില്ല, ഞാൻ അറിയാണ്ട് എഴുതി പോയതാണ്. സോ ലിമിറ്റ് x tends to 1 ആയി. ഇനി 1 മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിൽ നിന്ന് 1ൻ്റെ അടുത്തേക്ക് വരുന്നത്, ദാറ്റ് മീൻസ് എക്സ് ഗ്രേറ്റർ ദാൻ 1. ഫംഗ്ഷൻ്റെ വാല്യൂ എന്നതാണ് എക്സ് മൈനസ് 2. സോ ഇതെന്ത് എഴുതി, എക്സ് മൈനസ് 2, ദാറ്റ് ഈസ് 1 മൈനസ് 2. ഇവിടെ നമ്മൾ 1 ആണല്ലോ കൊടുത്തത്. സോ സി പ്ലസ് 2 എന്ന് പറയുന്നത് എന്താവും, 1 പ്ലസ് 2 ഈക്വൽ ടു 3 ആയി. ഇനി ഇവിടെ നമ്മൾ എക്സ് ടെൻസ് ടു 1 വരുന്നതുകൊണ്ട് എന്ത് കിട്ടി, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് 2 ഈക്വൽ ടു മൈനസ് 1 കിട്ടി. ദാറ്റ് മീൻസ് 1ൻ്റെ ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും വരുമ്പോൾ ഫംഗ്ഷൻ വാല്യൂ മീൻസ് ലിമിറ്റ് വാല്യൂ സെയിം ആയാലേ നമുക്ക് എന്ത് പറയാൻ പറ്റത്തുള്ളൂ, ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. പക്ഷെ നമ്മളിപ്പോൾ എന്ത് ചെയ്തേ, 1ൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് വന്നപ്പോൾ ലിമിറ്റ് വാല്യൂ എത്രയാണ്, 3 ആണ്. ഫംഗ്ഷൻ്റെ റൈറ്റ് സൈഡിൽ നിന്ന് വന്നപ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താണ്, -1 ആണ്. ദാറ്റ് മീൻസ് എഫ് ഈസ് നോട്ട് കണ്ടിന്യൂസ് ഓർ എഫ് ഈസ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് x ഈസ് ഈക്വൽ ടു 1. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമ്മൾ 3 കേസുകളായിട്ട് എടുത്ത് ഇത് മനസ്സിലാകാത്തവർ ഒന്നും കൂടെ ഇതൊന്ന് റിപ്പീറ്റ് എടുത്ത് ചെയ്ത് കാണുക കേട്ടോ.